എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോംബോ ആയിട്ടുള്ള പൊട്ടറ്റോ മസാല അല്ലെങ്കിൽ പൂരി ബാജിയാണ്. നമ്മൾക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന ബാജി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുക്കുക. അത് തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് ഒരു കുക്കറിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം. കൂടുതൽ വെന്തു പോകരുത്, ഒരു 2 വിസിൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് അധികം പൊടിഞ്ഞു പോകരുത്, കുറച്ച് ചെറിയ ചെറിയ പീസസൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള, പിന്നെ കടലപ്പരിപ്പ്, കുറച്ച് ഉഴുന്നുപരിപ്പ്, 5 പച്ചമുളക്, കുറച്ച് വറ്റൽമുളക്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ്. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ പറയാം. അതിന് ആദ്യം തന്നെ നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. കടായി ഒന്ന് ചൂടാവട്ടെ. കടായി ചൂടായതിന് ശേഷം അതൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി കടുക് ഒരു പകുതി ഭാഗം പൊട്ടിക്കഴിയുമ്പോഴേക്ക് നമുക്കതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഒന്ന് റോസ്റ്റ് ആവട്ടെ. റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക. കൂടെ 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി വേവട്ടെ. വെന്തതിന് ശേഷം അതിലേക്ക് ഒരു 5 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്താൽ ഈ സവാള പെട്ടെന്ന് തന്നെ വഴന്നു വരുന്നതായിരിക്കും. ഈ സവാള ബ്രൗൺ കളർ ആകുമൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി കൂടിപ്പോകരുത്, കുറച്ച് മതി. കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായി ഇളക്കി കൊടുക്കാം. ആ ഒരു കടലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടണം. ഇനി കടലപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് കടലപ്പൊടി ഇല്ലാതെയും ചെയ്തെടുക്കാവുന്നതാണ്. കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഈ മിക്സ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1.5 കപ്പ് വെള്ളമാണ്. 1.5 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായി തിളക്കട്ടെ. നോക്കൂ, ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നന്നായി ഉടഞ്ഞു പോകരുത്, ചെറിയ ചെറിയ പീസസൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നന്നായി കുക്ക് ചെയ്തെടുക്കണം. തീ നന്നായി കുറച്ചിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഈ പൂരി ബാജി എപ്പോഴും നമുക്ക് തിക്കാകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നീരോടുകൂടി ആവുന്നതാണ്. എന്നാലേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇനി അഥവാ നമ്മുടെ ഈ ഗ്രേവിക്ക് കുറച്ച് തിക്കായി പോയാൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ഇല
പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൂരി മസാല അല്ലെങ്കിൽ പൂരി ബാജി നമുക്കിവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്